നമ്മളിപ്പോൾ ഏത് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഓൾറെഡി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസിൽ 2-3 ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അതിൻ്റെ ബാക്കിയും കൂടെ നോക്കണം അല്ലേ. അപ്പോൾ ഹെഡിങ് എന്താ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആണ്. അതിൽ നമ്മൾ ഓൾറെഡി പഠിച്ച 2-3 ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞേ. ഏതൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്യാരക്ടറിസ്റ്റിക്സ് മെറ്റൽസിൻ്റെ? മാലിബിലിറ്റി പഠിച്ചു. പിന്നെ ഏതാ പഠിച്ചത്? ഡക്റ്റിലിറ്റി പഠിച്ചു. എന്താണ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ്? മെറ്റൽസിനെ നമുക്ക് തിൻ വയേഴ്സാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഡക്റ്റിലിറ്റിക്ക് എക്സാമ്പിളായിട്ട് നമ്മൾ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? അതെ, ബൾബിലെ ഫിലമെൻ്റ് ഒക്കെ നമുക്ക് ഡക്റ്റിലിറ്റിയുടെ എക്സാമ്പിളായിട്ട് പറയാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ പിക്ചർ നോക്കിക്കേ. കുറച്ച് യൂട്ടൻസിൽ നമ്മളെ കിച്ചണിൽ നോക്കുമ്പോൾ ഒരുപാട് യൂട്ടൻസിൽസ് കിച്ചണിലുണ്ട്. ഈ ഈ കിച്ചണിലുള്ള യൂട്ടൻസിൽ ഏത് മെറ്റൽസൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? നമുക്കറിയാം അല്ലേ. കോപ്പറുണ്ട്, അതിൽ സ്റ്റീലുണ്ട് അല്ലേ. ഇനി അടുത്ത് നമുക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസും കൂടെ നമുക്ക് നോക്കണം മെറ്റൽസിൻ്റെ. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വഴിയെ നോക്കാം. ഇനി നമ്മുടെ സ്കൂളിൽ എങ്ങനെയാണ് ഓരോ പീരീഡ് കഴിയുന്നെന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? സ്കൂളിൽ ബെല്ല് റിങ് ചെയ്യുമ്പോഴാണ്. ബെല്ല് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ബെല്ലിനകത്ത് ഒരു അയൺ സർഫസ് ഉണ്ട്. ഈ അയൺ സർഫസിലോട്ട് വേറൊരു മെറ്റൽ കൊണ്ട് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ. നമ്മളിപ്പോൾ ഗ്രൗണ്ടിൽ നിന്നാലും കുറച്ച് അകലെ ക്ലാസ് റൂമിൽ നിന്നാലും നമ്മൾ ബെല്ലടി കേൾക്കുമ്പോൾ ഇങ്ങനെ ഓടി വരും അല്ലേ. സൗണ്ട് അത്രയും നമുക്ക് റീച്ചബിൾ ആയതുകൊണ്ടാണ് നമുക്കത് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അല്ലേ. ഇനി ഈ മെറ്റൽ സർഫസിന് വരെ നമ്മൾ വുഡിലോട്ടാണ് വേറെ എന്തെങ്കിലും കൊണ്ട് അടിക്കുന്നതെങ്കിൽ ഈ ഒരു അയണിലുണ്ടാകുന്ന അത്രയും സൗണ്ട് ഉണ്ടാവുമോ? ഇല്ല അല്ലേ. നമുക്കത് ഓൾറെഡി അറിയാം. അപ്പോൾ ഇവിടെയും ഈ അയൺ എന്ന് പറയുന്ന മെറ്റലിലോട്ട് നമ്മൾ വേറൊരു ഹാർഡ് സബ്സ്റ്റൻസ് കൊണ്ട് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടെ ആ ഒരു അയൺ മെറ്റലിലോട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതും ഒരു മെറ്റലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ്. ഇതിനെയാണ് നമ്മൾ സൊണോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സൊണോറിറ്റി ഒന്നുകൂടെ പറഞ്ഞു തരാം. എന്താണ് സൊണോറിറ്റി നമുക്ക് നോക്കണം. ദ എബിലിറ്റി ഓഫ് മെറ്റൽസ് ടു പ്രൊഡ്യൂസ് ക്യാരക്ടറിസ്റ്റിക് സൗണ്ട് വെൻ സ്ട്രൈക്ഡ് വിത്ത് ഹാർഡ് മെറ്റീരിയൽ ഈസ് നോൺ ആസ് സൊണോറിറ്റി. അതായത് എന്താ? നമ്മുടെ മെറ്റലിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി തന്നെയാണ് സൊണോറിറ്റി. മെറ്റൽസിന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ട്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. മെറ്റലിലോട്ട് നമ്മളൊരു ഹാർഡ് മെറ്റീരിയലോട്ട് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ മെറ്റൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു പ്രോപ്പർട്ടി പറയുന്ന പേരാണ് സൊണോറിറ്റി. മറന്നു പോകരുത്, സൊണോറിറ്റി. അടുത്തൊരു ആക്ടിവിറ്റി നമ്മൾ നോക്കുന്നത്, നമുക്കറിയാം അയൺ നെയിൽ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇതാണ് അല്ലേ അയൺ നെയിലിന് നമ്മൾ സാൻഡ് പേപ്പറും ഉണ്ട്. റബ്ബ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്തായിരിക്കും ഒബ്സർവ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഒരു അയൺ നെയിൽ എടുത്തു. അയൺ നെയിലിനെ നമ്മൾ സാൻഡ് പേപ്പർ കൊണ്ട് റബ്ബ് ചെയ്യുമ്പോൾ എന്താ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്? ഒരു ഷൈനിങ് അപ്പിയറൻസ് ഫോം ചെയ്യും അല്ലേ. ഇനി ജനറലി മെറ്റൽസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ മെറ്റൽസിൽ നമുക്ക് ഒരു ഷൈനിങ് അപ്പിയറൻസ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ അയൺ നെയിലിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ അയൺ നെയിലിൽ സാൻഡ് പേപ്പർ കൊണ്ട് റബ്ബ് ചെയ്യുമ്പോൾ ഒരു ഷൈനിങ് അപ്പിയറൻസ് ഫോം ചെയ്യുന്നു. അടുത്ത് നമുക്ക് എക്സാമ്പിളായിട്ട് നോക്കാൻ പറ്റുന്നത് ഗോൾഡിലും എന്താ? ഓൾറെഡി അതിനൊരു ഷൈനിങ് അപ്പിയറൻസ് ഉണ്ടല്ലേ. അപ്പം മെറ്റൽസിലുള്ള ഷൈനിങ് അപ്പിയറൻസിനെ പറയുന്ന ആ ഒരു പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് മെറ്റാലിക് ലസ്റ്റർ. ആ ഒരു മെറ്റാലിക് ലെസ്റ്ററിൻ്റെ കറക്റ്റ് ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കുമ്പോൾ ദ ഷൈനിങ് അപ്പിയറൻസ് ഓൺ ദ സർഫസ് ഓഫ് മെറ്റൽസ് ഈസ് നോൺ ആസ് മെറ്റാലിക് ലെസ്റ്റർ. അപ്പോൾ 2 പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണ്? പിന്നെ മെറ്റാലിക് ലെസ്റ്ററുമാണ് നോക്കിയത്. അപ്പം എന്താണ് മെറ്റാലിക് ലെസ്റ്റർ? ദ ഷൈനിങ് അപ്പിയറൻസ് ഓൺ ദ സർഫസ് ഓഫ് മെറ്റൽസ് ഈസ് നോൺ ആസ് മെറ്റാലിക് ലെസ്റ്റർ. അപ്പം എല്ലാം കൂടി മറന്നു പോകരുത്, ഓരോന്നായിട്ട് നമുക്ക് പഠിക്കണം. ഇനി ആക്ടിവിറ്റി 3 നമ്മൾ നോക്കുന്നത് ഒരു വീഡിയോ ഡെമോൺസ്ട്രേഷനാണ്. ഇവിടെ നോക്കിക്കോണേ. സോഡിയം നമ്മൾ കട്ട് ചെയ്യാണ്. ഇവിടെ സോഡിയം കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ഒബ്സർവ് ചെയ്തത്. എന്താ? നമുക്ക് ഈസി ആയിട്ട് സോഡിയം കട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റുമല്ലേ. ഈസി ആയിട്ട് നമുക്ക് നൈഫ് കൊണ്ട് സോഡിയത്തിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് വേറെ എല്ലാത്തിനെയും കട്ട് ചെയ്യാൻ പറ്റുമോ? അയണിനെ നമുക്ക് ഇത്ര ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പം ഈ മെറ്റൽസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഈ സോഡിയത്തിന് നമ്മൾ സോഫ്റ്റ് മെറ്റൽ എന്നാണ് പറയുന്നത്. ജനറലി മെറ്റൽസ് എടുക്കുമ്പോൾ ഹാർഡർ ആണെങ്കിലും എക്സെപ്ഷൻ കേസിൽ വരുന്ന ഒരെണ്ണമാണ് സോഡിയം പൊട്ടാസ്യം ഒക്കെ എന്താണ്? സോഫ്റ്റ് മെറ്റൽസ് ആണ്. ബാക്കിയുള്ള ഈസ് ഇറ്റ് പോസിബിൾ ടു കട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. അതായത് എന്താ? കോപ്പറും അലുമിനിയവും ഗോൾഡും ഒക്കെ ഈ സെയിം
ഈ ഒരു ഈസിയർ വേയിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ പൊതുവേ നമുക്ക് പറയാം മെറ്റൽസ് എന്താണ് ഹാർഡർ ആണെന്ന് പറയാം.